Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Okay. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. എന്ത് പറ്റി? മഴയൊക്കെ മാറില്ലേ? റേഞ്ചിന്റെ പ്രശ്നം എല്ലായിടത്തും മഴയൊക്കെ മാറി സെറ്റ് ആയില്ലേ ഇപ്പൊ? ആണോ? പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. ദെൻ പോസ്റ്റ് സ്ട്രെങ്ത് വരുന്നുണ്ടാവുള്ളൂ അല്ലെ? 10:30 ആയല്ലോ. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ് ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഏകദേശം ഒരു 14 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് പോയി പറഞ്ഞു നോക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ എക്യുപ്മെന്റ് ആണെന്ന് ഓർമ്മയിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് വൺ നമ്മൾ ഡിഫിബ്രിലേറ്റർ നോക്കി അല്ലെ? അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ AED കേട്ടോ. ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. മീൻസ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള കേസസ് ഇതൊക്കെ നോക്കുന്നതാണ് ഡിഫിബ്രിലേറ്റർ. നമ്മൾ പറഞ്ഞു ഫിലിമിലൊക്കെ കാണാറുണ്ട് അല്ലെ? ദെൻ തെർമോമീറ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു 4 ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. ഡിജിറ്റൽ തെർമോമീറ്ററും അതുപോലെ ഇലക്ട്രോണിക് എയർ തെർമോമീറ്റർ അല്ലെ? ഈ എയർ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ചെവിയുടെ ബാക്കിലെ കാനൽസിന്റെ ഒക്കെ ആ ഒരു ടെമ്പറേച്ചർ അളക്കുന്നു. അതുപോലെ തന്നെ ഫോർഹെഡ് തെർമോമീറ്റർ നമ്മൾ ആ കോവിഡ് ടൈമിലൊക്കെ നെറ്റിയിൽ ഇങ്ങനെ മീൻസ് ആ ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ടെമ്പറേച്ചർ അളക്കുന്നത്. അതുപോലെ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ മീൻസ് പണ്ട് ഉപയോഗിച്ചിരുന്ന തെർമോമീറ്റർ മെർക്കുറിയുടെ ആ ഒരു തെർമോമീറ്റർ വായിലും അല്ലെങ്കിൽ എന്താ കക്ഷത്തിലൊക്കെ വെച്ചിട്ട് നമ്മളുടെ ടെമ്പറേച്ചർ അളക്കുന്നത്. ദെൻ ബ്ലഡ് പ്രഷർ അല്ലെ? BP നോക്കുന്ന ആ ഒരു ഉപകരണം നമുക്കറിയാലോ. അതുപോലെ തന്നെ ലാറിംഗോസ്കോപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾ പറഞ്ഞു നമ്മളുടെ വോയിസിന്റെ അല്ലെങ്കിൽ വോയിസ് ബോക്സിന്റെ അത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ? ദെൻ ഓക്സിജൻ മാസ്ക് നെബുലൈസറും മറ്റും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ മാസ്ക് വെക്കുന്നു. അതുപോലെ തന്നെ അതൊരു റബ്ബർ കൊണ്ട് സിലിക്കോൺ മെയ്ഡഡ് പ്ലാസ്റ്റിക് മെയ്ഡഡ് ആയിട്ടുള്ളതാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ദെൻ ECG നോക്കി അല്ലെ? ECG നമ്മൾ പറഞ്ഞു ഇലക്ട്രോ അല്ലെ? അതായത് സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ടെസ്റ്റ് ആണ്. ഇവാലുവേറ്റ് നമ്മുടെ ഹാർട്ടിന്റെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളും അധികം ഉണ്ട് അല്ലെ? കുറച്ച് വയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മെഷീന്. ദെൻ വെയിറ്റിംഗ് മെഷീൻ നമ്മളുടെ വെയിറ്റ് നോക്കുന്നത്. BMI ഇവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ബോഡി മാസ് ഇൻഡെക്സ്. ദെൻ ട്രോളി അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു സ്റ്റെറൈൻ സ്റ്റീലിന്റെ ട്രോളി ആണ്. അതുപോലെ തന്നെ ക്രാഷ് കാർട്ട് ട്രോളി ഉണ്ട്, മെഡിസിൻ ട്രോളി ഉണ്ട്, ഡ്രസ്സ് കൊണ്ടുവരുന്ന ട്രോളികളുണ്ട്. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലും റിലേറ്റഡ് ചെയ്തിട്ടുള്ള ട്രോളികളുണ്ട്. ദെൻ വീൽ ചെയർ അല്ലെ? നമ്മൾ ഇച്ചിരി ഫിസിക്കലി ബുദ്ധിമുട്ടൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെയാണ് വീൽ ചെയർ ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച് വരുന്നത്. ദെൻ സ്ട്രെച്ചേഴ്സ് അല്ലെ? അതുപോലെ തന്നെ ഹലോ
എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെയാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ച് വരുന്നത് അല്ലെ. സ്ട്രക്ചേഴ്സ് എമർജൻസി ഇപ്പോ എന്താ ആംബുലൻസിലൊക്കെ കൊണ്ടുവന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്നു. ദെൻ സങ്ഷനിങ് മെഷീൻ, അതായത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി ശ്വാസനാളത്തിൽ നിന്നും വായിൽ നിന്നൊക്കെ ഫ്ലൂയിഡ്സിലേക്ക് അല്ലെ ദ്രാവകം വലിച്ചെടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സങ്ഷനിങ് മെഷീൻ എന്ന് പറഞ്ഞു. ദെൻ ഫ്ലോ മീറ്റർ, നമ്മൾ ഒരു IV സെറ്റ് പോലെ തന്നെ ദ്രാവകത്തിന്റെയും വാതകത്തിന്റെയും ഒഴുക്ക് നിയന്ത്രിക്കുന്നതാണ് ഈ ഒരു ഫ്ലോ മീറ്റർ. ഓക്സിജന്റെ ഒക്കെ ആ ഒരു ലെവല് ക്രമീകരിക്കുന്നതാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു സിറഞ്ച് പമ്പ് അല്ലെ, അതായത് ഒരു ഇൻഫ്യൂഷൻ പമ്പ് ദ്രാവകം നൽകുന്നത്. ദെൻ സ്റ്റെതസ്കോപ്പ് മീൻസ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലെ ഇന്നറിലുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള സൗണ്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടേഴ്സ് അതിനൊരു ഡിസ്ക് പോലത്തെ ഒരു ഷേപ്പ് ആണെന്ന് പറയും. ഓക്കെ, ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് വരെയുള്ള എക്യുപ്മെന്റ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ആണോ യെസ്. അപ്പൊ ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ എക്യുപ്മെന്റ്സിനെ പറ്റി മാത്രം പഠിക്കുന്നുള്ളൂ കേട്ടോ. വലിയ കുഴപ്പമില്ല. പിന്നെ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാം, ചിലത് നമുക്ക് അറിയാത്ത ആദ്യമായിട്ട് കേൾക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. അറിയുന്നത് പഠിക്കണ്ടെന്നല്ല, നമ്മൾക്ക് ഒട്ടും അറിയാത്തതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യാൻ പഠിക്കുക. വേറെ ഒരു പോയിന്റ്സോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്യുന്ന അത്യാവശ്യം വേണ്ടുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്രാഷ് കാർട്ട് അല്ലെ. ക്രാഷ് കാർട്ട് നമ്മൾ ഓൾറെഡി എവിടെയായിരുന്നു പറഞ്ഞത്, ട്രോളിയിൽ നമ്മൾ ക്രാഷ് കാർട്ടിനെ കുറിച്ച് മീൻസ് ക്രാഷ് കാർട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. മെഡിസിൻസും എക്യുപ്മെന്റ് അല്ലെ എമർജൻസി മെഡിസിൻസും മറ്റും കൊണ്ടുവരുന്ന ഒരു ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. നോക്കാം, ക്രാഷ് കാർട്ട് ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിം ലൈക്ക് കോഡ് കാർട്ട് ആൻഡ് അല്ലെ. അപ്പോ ഈ ഒരു ക്രാഷ് കാർട്ട് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇനി പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. കോഡ് കാർട്ട് എന്ന് പറയും, അതുപോലെ മാക്സ് കാർട്ട്. ദെൻ എ ക്രാഷ് കാർട്ട് ഓർ കോഡ് കാർട്ട് ഓർ മാക്സ് കാർട്ട്, മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. കോഡ് കാർട്ട്, മാക്സ് കാർട്ട്, ക്രാഷ് കാർട്ട്. ഓക്കെ, it is a set of trays and drawers, shelves or wheels used in hospital for transportation and dispensing of emergency medication equipment at the site of medical surgery, emergency for the life support protocols, that ACLS, ALS. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് പറഞ്ഞിരിക്കുന്നത്. To potentially save the someone else അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റ്സും കൊണ്ടുവരുന്ന ഒരു ട്രോളി ടൈപ്പ് തന്നെയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ അറിയാം അതിന്റെ വീലുണ്ട് അല്ലെ, വീൽസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഉന്തിക്കൊണ്ടും ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രേസ് ഉണ്ട്, സെറ്റ് ഓഫ് ട്രേസ് ഉണ്ട്, അതുപോലെ ഡ്രോയറുകൾ ഉണ്ട് കണ്ടോ. ഓരോ ഡ്രോയറുകളും അപ്പൊ ഓരോ ഡ്രോയറുകളിലും ഓരോ എക്യുപ്മെന്റ്സുകളും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഷെൽഫുകൾ പോലെയുണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് കണ്ടോ. നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ക്ലിയർ ഐഡിയ ലഭിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. ജസ്റ്റ് കുഞ്ഞ് ഷോർട്ട് ആക്കി നോട്ട് തരാം. ദെൻ നെബുലൈസർ. നെബുലൈസർ നമ്മള് കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ വീടുകളിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റും നെബുലൈസർ ഇപ്പോ എല്ലാവരുടെ വീട്ടിലൊരു അത്യാവശ്യമുള്ള ഒരു ഉപകരണം തന്നെയാണ് അല്ലെ. ആരുടെ എല്ലാം വീട്ടിലുണ്ട് നെബുലൈസർ? ഒന്ന് കമന്റ് ചെയ്യാമോ? നെബുലൈസർ വീട്ടിലുണ്ടോ? ഓക്കെ, ഒരാളുടെ ഉണ്ട്. ഓക്കെ, കുറച്ച് പേരുടെ ഉണ്ട് അല്ലെ. നമുക്ക് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ചുമയും അങ്ങനെ വിട്ടുമാറാത്ത ചുമ, ആസ്മ, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് തന്നെ ഒരു നെബുലൈസർ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ആ മെഡിസിൻസിന്റെ അളവുകളും കാര്യങ്ങളും മെഡിസിൻസ് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ നെബുലൈസർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ നെബുലൈസർ എന്താണെന്ന് നോക്കാം അല്ലെ. എന്താണ് നെബുലൈസർ? എന്താ നമ്മൾ നെബുലൈസറിൽ ചെയ്യുന്നത്? ഒരു മെഡിസിൻ അല്ലെ. നമ്മൾ ആ ഒരു മെഡിസിൻ ചെറിയൊരു ഡ്രോപ്പ് ആയിട്ടും അത് ലിക്വിഡ് പോലത്തെ ഒരു മെഡിസിൻ ആണ്. അത് ഒരു ആവിയുടെ രൂപത്തിലാണ് നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് എത്തുന്നത് അല്ലെ. അപ്പൊ നോക്കാം, നെബുലൈസർ ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഗിവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹാൽഡ് ഇൻ ടു ദ ലങ്സ് അല്ലെ. ഒരു പുക പോലെ, മിസ്റ്റ് മീൻസ് ഒരു മഞ്ഞ് അല്ലെ, അല്ലെങ്കിൽ ഒരു മഞ്ഞിന്റെ രൂപത്തിൽ മെഡിസിൻ ലങ്സിനുള്ളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ആ ഒരു വീട്ടിലുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ ഒരു നമ്മൾ ആ മെഡിസിൻ ചെയ്യുമ്പോൾ മെഡിസിനുള്ളിലേക്ക് ഇടുമ്പോ ഇത് എത്തുന്നത് ഇങ്ങനെ പുക പോലെയല്ലേ നമുക്ക് കാണപ്പെടുന്നത്. ആണോ? വീട്ടിലുള്ളവർ പറയൂ, അങ്ങനെയാണോ? ചെറിയൊരു മൂടൽ പോലെ അല്ലെ, ഒരു മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ പുക പോലെയാണ്. നമ്മൾക്ക് ആ മരുന്ന് തീരുന്നതും പെട്ടെന്ന് അറിയാൻ പറ്റില്ല അല്ലെ. ചിലപ്പോ നമ്മൾ തീർന്നെന്ന് വിചാരിക്കും, പക്ഷെ ഇച്ചിരി കൂടിയൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പോ അതൊരു എന്താ പറയാ, ഒരു മിസ്റ്റ് പോലെ അല്ലെ, ഒരു പുക പോലെയാണ് ഈ ഒരു
എന്താ മെഡിസിൻ നമ്മുടെ ലങ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. Then nebulizers are mainly used in the treatment of cystic fibrosis and asthma, COPD and other respiratory diseases or disorders. അപ്പോ ഈ നെബുലൈസർ മെയിൻ ആയിട്ട് ഏതെല്ലാം ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ ആസ്മ, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, അതായത് ശ്വാസം മുട്ട്, അലർജി അങ്ങനെ വരുന്ന കേസസിന് നമുക്ക് ഈ ഒരു നെബുലൈസർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ്, എന്താ സിസ്റ്റിക് ഫൈബ്രോസിസ് കേട്ടിട്ടുണ്ടോ? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ സിസ്റ്റിക് ഫൈബ്രോസിസ്? ഓക്കെ, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജനിതക വൈകല്യം എന്ന് പറയാം. വൈകല്യം മീൻസ് ശ്വാസകോശത്തിനുള്ളിലെ അണുബാധ. അത് ചിലപ്പോൾ ഓൾറെഡി ചിലവർക്ക് ജന്മനാലെ അങ്ങനെ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ശ്വാസകോശത്തിലെ അണുബാധ മൂലം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ശ്വാസം മുട്ടും മറ്റും കാര്യങ്ങളൊക്കെ വരിക, അതിനെയാണ് സൈറ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദെൻ COPD. COPD കേട്ടിട്ടുണ്ടോ? COPD നോട്ട്സ് തരാം കേട്ടോ. COPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് ആണ്. അതായത് ഓക്സിജൻ ലെവല് കുറയുന്ന ഒരു അവസ്ഥ അല്ലെ. ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് ഈ ശ്വസനത്തില് ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. അതാണ് COPD എന്ന് പറയുന്നത് കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാമോ? ഒന്ന് നോട്ട്ബുക്ക് എടുക്കുക കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ നോട്ട്ബുക്ക് എടുത്തോളൂ. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ എഴുതി നിർത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ ക്രാഷ് കാർട്ട് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കിയില്ലേ ക്രാഷ് കാർട്ട്. പെട്ടെന്ന് തന്നെ എഴുതണേ, ക്രാഷ് കാർട്ട്. ഓക്കെ ആയോ? എഴുതിയോ ക്രാഷ് കാർട്ട് എന്ന്? ഓക്കെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? ക്രാഷ് കാർട്ട് എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇടാ, എഴുതിക്കോളൂ. A crash cart is the trolley. A crash cart is the trolley. A crash cart is the trolley for storing. Crash cart is a trolley for storing life-saving equipment. Life-saving equipment and drug in hospital. Crash cart is a trolley for storing life-saving equipment and drug in hospital. അല്ലെ, ഹോസ്പിറ്റലിലെ ലൈഫ് സേവിങ് എക്യുപ്മെന്റ്സും ഡ്രഗ്സുകളും സ്റ്റോർ ചെയ്യുന്ന ഒരു ട്രോളിയാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് നെബുലൈസർ. സോറി, നെബുലൈസർ എന്ന് എഴുതിക്കോളൂ. നെബുലൈസർ എന്ന് എഴുതാം. നെബുലൈസർ ഒരു ഹെഡിങ് പോലെ കൊടുക്കട്ടോ. ദെൻ അതിന്റെ താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോളൂ സിസ്റ്റിക് ഫൈബ്രോസിസ് കേട്ടോ. സിസ്റ്റിക് ഫൈബ്രോസിസ്. എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് എഴുതാം. നെബുലൈസറിന്റെ ഉള്ളിൽ വരുന്നതാണല്ലോ, അതുകൊണ്ട് നെബുലൈസർ എന്ന് ഒരു കോമൺ ഹെഡിങ് പോലെ കൊടുക്കുക. നെക്സ്റ്റ് അതിന്റെ താഴെ എന്ത് എഴുതാം? സിസ്റ്റിക് ഫൈബ്രോസിസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോളൂ. A disorder that damage your lungs. ലങ്സിൽ ഡാമേജ് സംഭവിക്കുന്നത്. ഓക്കെ, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ എ ഡിസോർഡർ ദാറ്റ് ഡാമേജ് യുവർ ലങ്സ്. Then COPD എഴുതിക്കോളൂ. COPD എന്ന് എഴുതാം, ഹൈഫൻ ഇടുക. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. മാറിപ്പോവരുതും, ശ്രദ്ധിച്ചെഴുതാട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്.
എഴുതിയോ? COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിക്കോളൂ, മലയാളത്തിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്സിജൻ കുറയുന്ന അവസ്ഥ. കേട്ടോ, നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണ്ടേ? അതിന്റെ ബ്രാക്കറ്റില് COPDയുടെ ബ്രാക്കറ്റിൽ മലയാളത്തിൽ എഴുതിക്കോളൂ, ഓക്സിജൻ കുറയുന്ന അവസ്ഥ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ, സൈഡിൽ എഴുതാം, ബ്രാക്കറ്റിൽ എഴുതാം, ഓക്സിജൻ കുറയുന്ന അവസ്ഥ. ഓക്കെ, ഓക്കെ, എഴുതിയില്ല അത്രയും. Then നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ് നോക്കുന്നത്, സ്റ്റീം ഇൻഹേലർ. സ്റ്റീം ഇൻഹേലർ പിക്ചർ കണ്ടോ? ഇതും നമ്മളുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് അല്ലെ, സ്റ്റീം ഇൻഹേലർ. ഉണ്ടോ ഈ ഒരു എക്യുപ്മെന്റ് നിങ്ങളുടെ വീടുകളിലുണ്ടോ? സ്റ്റീം ഇൻഹേലർ ആരുടെങ്കിലും വീട്ടിലുണ്ടോ? യെസ്, ഉണ്ട്. ഓക്കെ, സ്റ്റീം ഇൻഹേലർ നോക്കാം. The most common and major benefit of the natural steam inhalation therapy is the marvelous of way the threatening the respiratory problem or complications generated with the warm and moist air while inhaling with the process of steam inhalation. അല്ലെ, അപ്പോ ഇവിടെ എന്തെന്നാണ് നമ്മൾ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഹാബിലേഷൻ തെറാപ്പിയും അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സ്റ്റീം ഇൻഹേലർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആവിയന്ത്രം എന്നൊക്കെ പറയും അല്ലെ, അതായത് നീരാവിയാണ് നമ്മൾ ഇതിലൂടെ ശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ശ്വസിക്കുമ്പോൾ ചൂടുള്ളതും അല്ലെങ്കിൽ ഈർപ്പമുള്ളതുമായിട്ടുള്ള ആ ഒരു നീരാവിയാണ് ഇതിലൂടെ നമ്മൾ ശ്വസിക്കുന്നത് അല്ലെ. അപ്പോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലൂടെ മാറാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇത്ര ഉള്ളൂ. ഇത് സ്റ്റീം ഇൻഹേലർ എന്ന് പറഞ്ഞാൽ നീരാവിയാണ്, ചൂടുള്ള നീരാവി നേരിട്ട് ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശ്വസിക്കുമ്പോൾ അവിടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു സ്റ്റീം ഇൻഹേലർ എന്ന് പറയുന്നത്. ഇവിടെ വേറെ എക്സ്ട്രാ നോട്ടൊന്നും എഴുതാനില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള നോട്ട്സ് മാത്രം എഴുതിയാൽ മതി, എല്ലാത്തിന്റെയും നോട്ട്സ് ഒന്നും എഴുതണ്ടല്ലോ. നെക്സ്റ്റ് വൺ എക്കോ അല്ലെ. എക്കോ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ എക്കോനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നോക്കാം. The test is also known as in the name echocardiography or diagnostic cardio ultrasound. എക്കോനെ പൂർണ്ണമായിട്ടും അറിയപ്പെടുന്നത് എക്കോകാർഡിയോഗ്രാഫി or diagnostic cardio അൾട്രാസൗണ്ട് അല്ലെ, അതായത് അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. നോക്കാം. And echo uses sound waves to design pictures of your hearts, chambers, valves, walls and the blood vessels അല്ലെ. Aorta and arteries and veins attached to your hin, a probe called transducer is passed over your chest അല്ലെ. അപ്പൊ നോക്കാം, നമുക്കറിയാം ഹൃദയത്തിന്റെ അറകൾ അല്ലെ, ഹൃദയത്തിന്റെ ചേമ്പേഴ്സ്, അതുപോലെ തന്നെ അറകള്, വാൽവ്, ഹൃദയത്തിന്റെ ഭിത്തി, അതുപോലെ തന്നെ രക്തക്കുഴലുകൾ അല്ലെ. രക്തക്കുഴലുകളോട് ചേർന്ന് നിൽക്കുന്ന അയോട്ട, അതായത് രക്തക്കുഴലോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. പിന്നെന്താണ് ധമനികള്, അതുപോലെ തന്നെ സിരകള് അല്ലെ. ഇതിനെല്ലാം രൂപകൽപ്പന, ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് രൂപകൽപ്പന ചെയ്യുന്നത് ഈ ഒരു എക്കോ ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഒരു അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്കോ ഉപയോഗിക്കുന്നത്. അതായത് എക്കോ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ. യൂസസ് സൗണ്ട് വേവ്സ്, ശബ്ദതരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ
ഹൃദയത്തിന്റെ അറകള്, വാൽവുകള്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസും അങ്ങനെ സിരകളും മറ്റും നമുക്കൊരു ഒരു ചിത്രം ലഭിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു പിക്ചറിൽ കാണിക്കുന്നത് പോലെ കണ്ടൊരു മോണിറ്ററിംഗ് വെച്ചിട്ട് ഡിവൈസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ എക്കോ നമ്മളുടെ ആ ഒരു ശരീരത്തിനുള്ളിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മൾ പറഞ്ഞ രക്തസിരകളും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആ ഭാഗത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിക്ചർ, ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുന്നു. ഇതിലൂടെയാണ് നമ്മൾ എക്കോ ചെയ്യുന്നത്. ഓക്കെ, എക്കോ അറിയപ്പെടുന്നതാണ് എക്കോ കാർഡിയോഗ്രാഫി എന്നാണ് പൂർണ്ണമായിട്ടും അറിയപ്പെടുന്നത്. എക്കോ കാർഡിയോഗ്രാഫി. ഓക്കെ, ദെൻ EEG. എന്താ EEG? EEG ഫുൾ ഫോം അറിയാമോ? ECG നമുക്കറിയാം, ഇലക്ട്രോ കാർഡിയോഗ്രാം. EEG എന്താണ് അറിയാമോ? അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ. EEG എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? EEG ഇല്ല. ഓക്കെ, പിക്ചർ കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുറച്ച് എക്യുപ്മെന്റ്സ് വയറുകളൊക്കെ തലയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ തലയ്ക്ക് എന്തോ പ്രശ്നമുള്ളത് കണ്ടുപിടിക്കാനാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിലും തോന്നിയോ? അങ്ങനെ തോന്നിയോ? മനസ്സിലായോ? എന്തെങ്കിലും പിക്ചർ കണ്ടിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞേ. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കമന്റ് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അറിയാം അല്ലെ. EEG എന്ന് പറഞ്ഞാല് ഇലക്ട്രോ എൻസോഫാലോഗ്രഫി കേട്ടോ. കമന്റ് ഇട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ്. നോക്കാം. അപ്പോ EEG എന്താണെന്ന് നോക്കാം. ആൻഡ് EEG is used to find the problems in electrical function of the brain. അല്ലെ, നമ്മള് പിക്ചറിൽ കണ്ടു നിൽക്കുന്നത് പോലെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെ. അപ്പൊ തലയുടെ കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് പിക്ചർ കണ്ടപ്പോ മനസ്സിലായി കാണും അല്ലെ. നോർമലി ഒന്നും അറിയാത്ത നമുക്ക് അങ്ങനെയെങ്കിലും ഒരു ഐഡിയ തോന്നിയോ? തലയിൽ കുറച്ച് വയറും സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ തലയുടെ പ്രശ്നം കണ്ടുപിടിക്കാനാണെന്ന് നമുക്ക് തോന്നിക്കാണും. കുറച്ചു പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്, ഒന്നും അറിയാത്ത ആൾക്കാർക്ക് അല്ലെ. അപ്പൊ നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്, ബ്രെയിനിലെ പ്രശ്നങ്ങൾ അല്ലെ, മസ്തിഷ്ക വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈദ്യുത പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനാണ് ഇതൊരു EEG ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തലച്ചോറിന്റെ വൈദ്യുത പ്രവാഹമൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, തലച്ചോറിന് വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EEG ഉപയോഗിക്കുന്നത് അല്ലെ. നോക്കാം. The measurement given by an EEG are used to verify various conditions, including seizure disorders such as epilepsy. എന്താ എപ്പിലെപ്സി അറിയാമോ? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എപ്പിലെപ്സി എന്ന് വെച്ചാൽ എന്താ? എപ്പിലെപ്സി കേട്ടിട്ടുണ്ടോ ടേം? കമന്റ് ചെയ്യണേ. എപ്പിലെപ്സി മീൻസ് ബ്രെയിൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അസുഖമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒന്ന് കമന്റ് ചെയ്തേ. ഗസ് അടിച്ചു നോക്ക്, ചുമ്മാ ഗസ് അടിക്കൂ. മറവിയല്ല, വേറെ എന്തൊക്കെയുണ്ട്? മറവി മാത്രമേ ഉള്ളൂ ബ്രെയിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? എപ്പിലെപ്സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഈ പേര് വലിയ പിടുത്തം കിട്ടുള്ളതുള്ളൂ അല്ലെ. നോക്കൂ, ഓർമ്മ. ഓക്കെ, ഓർമ്മയായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്. ഓക്കെ, നോക്കാം. മൈഗ്രെയിൻ അല്ല. നെർവ് ഡാമേജ് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നോക്കാം. അപ്പോ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ EEG ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സെയ്സർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീണ്ടെടുക്കൽ എന്നൊക്കെ പറയില്ലേ. അതായത് ഇപ്പോ മീൻസ് ഇപ്പൊ ഒരാള് തലകറങ്ങി വീണു, ഒരു ഓർമ്മയൊക്കെ പോയി നഷ്ടപ്പെടുക, അപ്പൊ അതിൽ നിന്നും ഒരു എന്താ പറയാ, ഒരു വീണ്ടെടുക്കൽ എന്നൊക്കെ പറയാം അല്ലെ. നോക്കാം. സച്ച് ആസ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം കേട്ടിട്ടുണ്ടോ? അത് ബ്രെയിനിലെ ഒരു നെർവേഴ്സിന്റെ പ്രോബ്ലം മൂലമാണ് ഈ അപസ്മാരം സംഭവിക്കുന്നത് അല്ലെ. അപസ്മാരം സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നത്? പെട്ടെന്ന് ചിലപ്പോ അത് ഷിവർ ചെയ്യുന്നത് പോലെ കണ്ണൊക്കെ ഭയങ്കര ഇതായിട്ട് അല്ലെ. അപ്പോ ഇങ്ങനെ അപസ്മാരമൊക്കെ വരുമ്പോ അതിനെ സെയ്സർ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ്, ആ ഒരു പഴയ പോലെ ആളെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിനൊക്കെയാണ് ഈ ഒരു ബ്രെയിനിലെ എന്തൊക്കെയാണ് വല്ല ഫങ്ഷൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് അല്ലെ. അത് ന്യൂറോണുകളുടെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമാണ് ഈ ഒരു അപസ്മാരം എന്ന് പറഞ്ഞൊരു അസുഖം വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ഒരു EEG ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സെയ്സർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപസ്മാരമൊക്കെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥ.
എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം, മലയാളത്തിൽ എഴുതി വെച്ചോളൂ. എപ്പിലെപ്സി അപസ്മാരം. ഓക്കെ, എഴുതിയോ? EEG ഹെഡിങ് കൊടുക്കുക, നോട്ട്സ് എഴുതിക്കോളൂ, ചെറിയൊരു നോട്ട് എഴുതിക്കോളൂ കേട്ടോ. EEG എന്ന് എഴുതാ. ഫുൾ ഫോം എന്തായിരുന്നു? EEG ഫുൾ ഫോം ഇലക്ട്രോഎൻസീഫാലോഗ്രാം. കമന്റ് ഇട്ടായിരുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതണേ. EEG എന്ന് എഴുതാ, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഇലക്ട്രോഎൻസി എഴുതണോ? കമന്റ് ചെയ്യണോ? ഇലക്ട്രോഎൻസീഫാലോഗ്രാം. EEG എന്ന് എഴുതാ, ബ്രാക്കറ്റിൽ എഴുതാ, അതിന്റെ ഫുൾ ഫോം എഴുതാ, ഇലക്ട്രോഎൻസീഫാലോഗ്രാം. ഓക്കെ, ദെൻ അതിന്റെ താഴെ എഴുതിക്കോളൂ. നമുക്ക് ചെറുതായിട്ട് എന്താണ് EEG എന്ന് എഴുതാം. എഴുതിക്കോളൂ. An EEG is the test that an EEG is the test that an EEG is the test that EEG is the test that measure electrical activity in the brain. And EEG is the test that measures electrical activity in the brain. Okay, complete ആയോ? Okay, then next നോക്കാം. ഒപ്താൽമോസ്കോപ്പ്. എന്താണ് ഒപ്താൽമോളജി? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഒപ്താൽമോളജി റിലേറ്റഡ് ടു റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ഐ അല്ലെ, നേത്ര വിഭാഗമാണ് ഒപ്താൽമോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെയും ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കണ്ണുമായിട്ട് അല്ലെ. നോക്കാം, എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ, അപ്പോ ഒപ്താൽമോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഒപ്താൽമോസ്കോപ്പ് ഓൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പ് അല്ലെ, ഫണ്ടോസ്കോപ്പി. ഒപ്താൽമോസ്കോപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പി എന്നും അറിയപ്പെടുന്നു. Is a test which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope അല്ലെ. അതായത് നമ്മളുടെ കണ്ണിന്റെ നേത്ര പരിശോധനയുടെ ഭാഗം അല്ലെ, അതായത് ശാരീരിക പരിശോധന മീൻസ് നേത്ര പരിശോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. മീൻസ് നമ്മളുടെ ഈ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു മീൻസ് ഇൻസൈഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ണ് ഒരു അവയവമാണ് അല്ലെ. അപ്പൊ ഈ അവയവത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങളെയാണ് ഈ ഫണ്ട് എന്ന് പറയുന്നത്. നേത്രത്തിന്റെ അവയവത്തിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെയാണ് ഫണ്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെ മീൻസ് അതിനൊന്ന് നിരീക്ഷിക്കാനും അതിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതിനെ അറിയപ്പെടുന്നത് ഫണ്ടോസ്കോപ്പി എന്നും അറിയപ്പെടുന്നു. Then it is performed as a part of an eye examination and may be performed as a part of a
കസ്റ്റമറി ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതിന് നമ്മൾ ഇപ്പൊ ഒപ്താൽമോസ്കോപ്പ് ചെയ്യുന്നത് കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ ഫിസിക്കൽ ടെസ്റ്റ് നമ്മളിപ്പോ ഫിസിക്കൽ മീൻസ് ഒരു എന്താണ് ശാരീരിക പരിശോധനയൊക്കെ ചെയ്യൂലേ, നമ്മളുടെ ഫുൾ ബോഡി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ഇതും അതിന്റെ കൂട്ടത്തിൽ ചെയ്യാം. അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ടും ഒപ്താൽമോസ്കോപ്പ് ചെയ്യാം. മെയിൻ ആയിട്ട് പറയുന്നത് കണ്ണിന്റെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ, കണ്ണിന്റെ നേത്ര പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഒപ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. ഒപ്താൽമോസ്കോപ്പ് എന്ന് എഴുതാം. ഒപ്താൽമോസ്കോപ്പ് ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഫണ്ടോസ്കോപ്പി പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഈ ഒരു ചാപ്റ്റർ നോട്ട്ബുക്കിൽ ഞാൻ കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് എക്യുപ്മെന്റ് തന്നിട്ടുണ്ട്. അതും കൂടി കൂട്ടി വെച്ച് വേണം പഠിക്കാൻ. ഓക്കെ, ഇത് എത്ര പേര് ഇത് എഴുതാണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ഇതിന് നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ കുറച്ച് ചെറുതായിട്ട് എളുപ്പം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോർട്ട് ആക്കി തരുന്നത്. ഓക്കെ, ഇനി ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവര് എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എഴുതിയാലും നിങ്ങൾക്ക് നല്ലത്, എക്സാമിന് ചോദിക്കും. ഓക്കെ, എഴുതുന്നുണ്ടോ എല്ലാവരും പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വെറുതെയാണോ? എഴുതുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, നിങ്ങൾ ഇത്രയും വലിയ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വായിക്കുമ്പോ. ആ ബുദ്ധിമുട്ടുള്ള എക്യുപ്മെന്റ്സ് മാത്രമാണ് ഞാൻ നോട്ട് തരുന്നത്. ഞാൻ അങ്ങനെ എന്താ പറയാ അനാവശ്യമായിട്ട് നോട്ട് തരാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. വേറെ ഒന്നല്ല, നമ്മൾക്ക് അത്യാവശ്യം ഏറ്റവും മാക്സിമം ഷോർട്ടാക്കിയാണ് PDF ഉള്ളത്. അതിന് പുറമെ ഇനി വേറൊരു എക്സ്ട്രാ നോട്ട് കൂടി പഠിക്കാന്ന് പറഞ്ഞാല് അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമില്ല അല്ലെ. അപ്പോ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ട് എഴുതാം. ഓക്കെ, അപ്പോ ഒപ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞാല് ബ്രാക്കറ്റിൽ എഴുതാം ഫണ്ടോസ്കോപ്പ്. ഇനി എഴുതിക്കോളൂ. ടെസ്റ്റ് ദാറ്റ് allow a health professional to see test that allows a health professional to see inside the funds of the eye. Inside the funds of the eye. Inside the funds of the eye. ഒന്നുകൂടി പറയാം. Test that allow a health professional to see inside the funds of the eye. Okay. Complete ആയോ? ഒറ്റ വേർഡല്ലേ ഉള്ളൂ, ഒറ്റ സെന്റൻസ് അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഹോൾട്ടർ മോണിറ്റർ. ഈ ഒരു പിക്ചർ നോക്കുമ്പോ ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഒത്തിരി ഫിലിമിലായാലും നേരിട്ടായാലും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ സംഭവത്തിന്റെ പേരറിയില്ല അല്ലെ. ഹോൾട്ടർ മോണിറ്റർ അല്ലെ, നമ്മൾ കണ്ടു കാണുമല്ലോ. കണ്ടിട്ടില്ലേ നിങ്ങള്? പിക്ചർ കണ്ടപ്പോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ അല്ലെ. പക്ഷെ നമുക്ക് ഇതിന്റെ പേര് ഹോൾട്ടർ മോണിറ്റർ ആണെന്ന് അറിയാമായിരുന്നോ നേരത്തെ? ആർക്കെങ്കിലും അറിയാമായിരുന്നോ നേരത്തെ? പരിചയമുണ്ടോ? ഹോൾട്ടർ മോണിറ്റർ എന്നാണ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സംഭവത്തിന്റെ പേര് അല്ലെ. കുറച്ചു പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം. ഹോൾട്ടർ മോണിറ്റർ. A Holter monitor is a portable device which operated with the help of battery. അല്ലെ, ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അല്ലെ. ഫണ്ട് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ എഴുതിയതിന്റെ അല്ലേ ചോദിച്ചത്? ഫണ്ട്സ്, FU നമ്മൾ പറഞ്ഞില്ലേ, ഫണ്ട്സ് ഓഫ് ദ ഐ, അതായത് ഭാഗങ്ങള്, കണ്ണിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഫണ്ട്സ്. ആ ഫണ്ട്സ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് നോക്കാം, FUND. ഓക്കെ, അപ്പോ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. അതുപോലെ തന്നെ അത് ബാറ്ററിയുടെ സഹായത്താലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട്സ് ഫങ്ഷനിങ്, ദാറ്റ് ECG constantly for 24 to 48 hours or longer depending on type of monitoring used. അല്ലെ, അതായത് ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ബാറ്ററിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ, നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ആണ് മെഷർ ചെയ്യുന്നത്.
24 and 40 അല്ലെ 24 മണിക്കൂർ അല്ലെങ്കിൽ 24 to 48 മണിക്കൂർ വരെ ഇത് വർക്ക് ചെയ്യുമെന്ന് ഈ ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ലോങ്ങർ ഡിപ്പെൻഡിങ് മോണിറ്റർ യൂസ് ചെയ്യുമ്പോഴും അതിൽ കൂടുതലും കുറച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇത് വർക്കിംഗ് ആണെന്ന്. The instrument has the size of a small camera അല്ലെ ഒരു ചെറിയൊരു ക്യാമറയുടെ വലിപ്പമാണ് ഇതിനുള്ളത് അല്ലെ. അതുപോലെ തന്നെ it has wires with silver dollar size electrodes അല്ലെ. നോക്കി നിങ്ങൾ പിക്ചർ കാണുമ്പോൾ അറിയാം അതിൽ ഒത്തിരി വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. സിൽവർ കളറിലെ വയറുകൾ ഉണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു ഇലക്ട്രോഡുകൾ ഉണ്ട്, ഡോളർ സൈസിലുള്ള കുഞ്ഞു ഇലക്ട്രോണുകളും ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സ്കിന്നിനോട് മീൻസ് ആ ഒരു ചെസ്റ്റിനോട് എന്താ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഇതൊരു മോണിറ്ററൈസ് ചെയ്യുന്നത്. നമ്മളുടെ ഹാർട്ട്സിന്റെ ഫംഗ്ഷൻ ആണ് ഈ ഒരു ഡിവൈസിലൂടെ നടക്കുന്നത്. ഓക്കെ, ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഫണ്ടസ് FUNDUS നിങ്ങളുടെ ആ ഒരു ഒപ്താൽമോസ്കോപ്പിലുള്ള ഫണ്ടസ് ഇല്ലേ, അതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം, കാർഡിയാക് ടേബിൾ. കാർഡിയാക് ടേബിൾ കേട്ടോ. ക്ലിയർ ആയോ? ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ഫണ്ട്സിന്റെ ഡൗട്ട്സ് ക്ലിയർ ആയോ? ഓക്കെ, കാർഡിയാക് ടേബിൾ. ഈ ടേബിൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടു കാണും അല്ലെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ കാർഡിയാക് ടേബിൾ ഉപയോഗിക്കുന്നത് നോക്കാം. എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യന്റ് യൂസ് വെൻ ഹോസ്പിറ്റലൈസേഷൻ അല്ലെ. അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴാണ് ഈ ടേബിൾ നമ്മൾ പേഷ്യന്റ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. ബെഡ് ടേബിൾ സെറ്റ് ഇൻ ദ ഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ് അല്ലെ. പേഷ്യന്റ് ക്യാൻ ഇൻക്ലൈൻ ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പില്ലോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടേബിളിൽ ടേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ടേബിൾ വിത്തൗട്ട് പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ് അല്ലെ. അതായത് ഇപ്പോൾ ടേബിൾ ഒന്നും ഇല്ല, പില്ലോ ഒന്നും ഇല്ല എങ്കിൽ നമുക്കത് ഫുഡ് കഴിക്കാനും മീൽസിന് ഫുഡ് കഴിക്കാനൊക്കെ ഉപയോഗിക്കാം. യൂസ്ഡ് ഫോർ പേഷ്യന്റ് വിത്ത് കാർഡിയക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇത് തലയിണേക്ക് ഇട്ട് കട്ടില് പോലെയും ഇത് ഉപയോഗിക്കാം, റെസ്റ്റ് ചെയ്യാം പേഷ്യൻസിന്. അതുപോലെ തന്നെ അല്ലാത്ത ടൈമിൽ ഫുഡ് കഴിക്കാനൊക്കെ ഒരു ടേബിൾ പോലെ നമുക്കത് നീക്കി ആ കട്ടിലോട് ചേർന്നിട്ട് നീക്കിയേക്ക് ഇടാം. പിന്നെ ഇത് കൂടുതലും കാർഡിയാക് ആൻഡ് ആസ്മ പേഷ്യൻസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാനായിട്ട് കൂടുതലും ഇങ്ങനെയുള്ള ഒരു കാർഡിയാക് ടേബിൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് കാർഡിയാക് ടേബിൾ. ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിനകത്ത് വലിയ എക്സ്ട്രാ ഒന്നും പഠിക്കാനും നോട്ട്സിനൊന്നും ഇല്ല. ഓക്കെ, then next one EMG. EMG കേട്ടിട്ടുണ്ടോ? ഇപ്പൊ EEG പഠിച്ചു നമ്മൾ പുതിയതായിട്ട്. അതുപോലെ തന്നെ വരുന്നതാണ് EMG. നോക്കാം, ഇലക്ട്രോമയോഗ്രഫി. ഇലക്ട്രോമയോഗ്രഫി എന്നാണ് EMG അറിയപ്പെടുന്നത്. നോക്കാം, നമ്മൾ ആ പിക്ചർ നോക്കി, നിങ്ങൾ ആ പിക്ചറിൽ എവിടെയാണ് അത് വെച്ചിരിക്കുന്നത്? നമ്മളുടെ കയ്യിൽ ആ ഒരു പേശികളുടെ എവിടെയാണ് അല്ലെ. അപ്പോ മസിൽസ് ആയിട്ട് അല്ലെങ്കിൽ പേശികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് പിക്ചർ നോക്കിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ഇപ്പൊ നോക്കാം, electromyography, that is EMG, muscle response or electrical function in response to a nerve stimulation of the muscles. The test is used to helpful find neuromuscular deformity. In the course of the test, one or more small needles, also called electrodes, are connected through the skin into the muscles. അല്ലെ, നിങ്ങൾ നോക്കിയേ, ഒന്നോ രണ്ടോ ചെറിയ നീഡിൽസ്, അതായത് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം അല്ലെ. ചെറിയ ചെറിയ നീഡിൽസ് പോലത്തെ സംഭവമാണ് നമ്മളുടെ കൈകളിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സ്കിന്നില് അല്ലെ. മീൻസ് മസിൽസിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മീൻസ് നമ്മളുടെ മസിൽസിന്റെ പ്രതികരണം, റെസ്പോൺസ്, മസിൽസ് റെസ്പോൺസ് ഉണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ, മീൻസ് മസിൽസ് നമുക്ക് മോഹിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മസിൽസിന്റെ മീൻസ് പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ആകുന്നുണ്ടോ അല്ലെ. അപ്പോ എന്താ, പേശികളുടെ പ്രതികരണം അല്ലെങ്കിൽ എന്താണ് അതിനോടുള്ള ഉത്തേജനം, റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ. ദെൻ ന്യൂറോമസ്കുലർ വൈകല്യങ്ങൾ, എന്തെങ്കിലും വൈകല്യങ്ങൾ മീൻസ് പേശി ഇപ്പൊ ചിലവർക്ക് എന്താ പറയാ കട്ടിയുള്ളതൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റില്ല, വെയിറ്റ് ഉള്ള സാധനങ്ങൾ താങ്ങാനായിട്ട് പറ്റില്ല. അതൊക്കെ ഈ ന്യൂറോമസ്കുലർ അതിന്റെ ഒരു മീൻസ് അതിന്റെ ഒരു എന്താ പറയാ പേശികൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത്. സോ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വൈകല്യം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണെന്ന്. അതായത് പേശി പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇപ്പൊ ഒന്നോ അതിലധികമോ ചെറിയൊരു നീഡിൽസ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു മീൻസ് ആ ഒരു മസിൽസിന്റെ അവിടെ
ഇത് കണക്ട് ചെയ്ത് വെക്കുന്നു. പേശി പ്രവർത്തനം നല്ല രീതിയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫുൾ ഫോം മാത്രം ഒന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. EMG ഇലക്ട്രോമയോഗ്രഫി. ഓക്കെ, ഇപ്പൊ EMG EG കുറെ ഫുൾ ഫോമുകൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല രീതിയിൽ പഠിക്കണം. Then next one, airway. എന്താ എയർവേ എന്ന് നോക്കാം. It is a medical device called airway or adjunct. എന്താ adjunct എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുബന്ധം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുബന്ധം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യന്റ് എയർവേ. അല്ലെ, പേഷ്യന്റിന്റെ എയർവേ ഓപ്പൺ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്റ്റെയിൻ ആണ്. എന്താ പേഷ്യന്റിന്റെ എയർവേ എന്ന് പറഞ്ഞാല്? എന്തൊക്കെയാണ് എയർവേ? നമ്മളുടെ എയർവേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ശരീരത്തിലെ വായു നമ്മൾ ശ്വസിക്കുന്ന എയർവേസ് ഏതൊക്കെയാണ് ഒന്ന് കമന്റ് ചെയ്യാമോ? ലങ്സ്. ഓക്കെ, എയർവേസ് നമ്മൾ വായു ശ്വസിക്കുന്നത് നോസ് അല്ലെ, നമുക്ക് മൂക്കിൽ കൂടി ശ്വാസം എടുക്കാം. അതുപോലെ പിന്നെ മൗത്ത്. ഓക്കെ, മൂക്കിൽ കൂടി എടുക്കാം, വായിൽ കൂടി. അതുപോലെ ത്രോട്ട് അല്ലെ, ഇപ്പോ കിടപ്പ് രോഗികൾക്കൊക്കെ ചിലപ്പോ നമുക്ക് തൊണ്ടയിൽ കൂടി ഒരു ട്യൂബ് ഇട്ടിട്ട് ഓക്സിജൻ കൊടുക്കുന്നതൊക്കെ ഒരു അവസ്ഥയില്ലേ? അപ്പൊ എയർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസം നമുക്ക് ഓക്സിജൻ ലഭിക്കുന്ന ആ ഒരു വഴികളാണ് എയർവേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളെയാണ് നമ്മൾ എയർവേ എന്ന് പറയുന്നത്. നോക്കാം. ഇറ്റ് ഡസ് ദിസ് ബൈ preventing the tongue from wrapping in epiglottis which could prevent the person from breathing. അല്ലെ, അതായത് നോക്കാം, ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന ഒരു ആവരണം പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പൊ ഇവിടെ പറയുന്നത് രോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ശ്വാസനാളം അല്ലെ, അല്ലെങ്കിൽ ശ്വാസം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ തുറക്കുന്നതിനോ ഇത് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എയർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥ അല്ലെ, അപ്പൊ അത് ഓപ്പൺ ആകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എയർവേസ് എന്ന് പറയുന്നത്. ദെൻ നോക്കാം. ഇനി നാവിന്റെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു മീൻസ് അത് എപ്പിഗ്ലോട്ടിസ് വന്ന് പൊതിയും, അതൊരു ആവരണം പോലെയാണ്. അത് ഒത്തിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോ ഇങ്ങനെ ഒരു ആവരണം വന്ന് പൊതിയുന്നതിൽ നിന്നും തടയാനും ഈ ഒരു എയർവേ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, അതായത് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഓക്സിജൻ ലെവൽ കിട്ടുന്നത് അല്ലെങ്കിൽ ശ്വാസം കിട്ടുന്ന എയർവേസിനെ ഓപ്പൺ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എയർവേ. ഓക്കെ, ജസ്റ്റ് എന്താണെന്നത് വായിച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ചെയ്യുക. വേറെ ഫുൾ ഫോമുകളൊന്നും അതിൽ വരുന്നില്ലല്ലോ. എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. എയർവേ എന്ന് വെച്ചാൽ ഓപ്പൺ ആക്കുക കേട്ടോ, നമ്മുടെ പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ആക്കുക. അത്ര മാത്രം, ആ ഒരു പോയിന്റ് മാത്രം നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. Then next one, PET അല്ലെ, പെറ്റ് എന്ന് വേണമെങ്കിൽ ഒന്ന് നമുക്ക് കോഡ് ആയിട്ട് വിളിക്കാം അല്ലെ, പെറ്റ് എന്ന് പറയാം. നോക്കാം. പെറ്റ് മീൻസ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെ, സോറി PFT ആണ് കേട്ടോ. PFT പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. പൾമണറി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പൾമണറി ഏതാ? പൾമണറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. പൾമണറി ലങ്സ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതാണ് നമ്മൾ പൾമണറി ഡോക്ടറെയൊക്കെ കാണുന്നത് അല്ലെ. ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾക്കാണ് പൾമണറി സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണുന്നത്. സോ നോക്കാം. PFT are collection of tests that measure how ably your lungs work. This contains how well you are capable for breathing and how effective your lungs are able to bring. Able തന്നെയാണ് കേട്ടോ, able your lungs work ആയിരിക്കും കേട്ടോ അത്. Then bring oxygen to the rest of your body അല്ലെ, അതായത് എന്താണ്, ശ്വാസകോശം നമ്മളുടെ ലങ്സ് എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്ന് അളക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് വഴി ചെയ്യുന്നത് അല്ലെ. അതായത് എത്രത്തോളം നമ്മുടെ ലങ്സ് വർക്കിംഗ് ആണെന്ന് അറിയുന്നു. അതുപോലെ തന്നെ എന്താണ്, എത്രത്തോളം നമുക്ക് ശ്വസിക്കാൻ മീൻസ് ആ ഒരു ശ്വസനം എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഒരു ടെസ്റ്റിലൂടെ അറിയുന്നു. പിന്നെ എന്താണ്, മറ്റു ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കാനും ഈ ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് എത്രത്തോളം ലങ്സ് വർക്കിംഗ് ആണെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്
PFT എന്ന് പറയുന്നത്. ഓക്കെ, ലങ്സിന്റെ പ്രവർത്തനമായതുകൊണ്ട് ലങ്സ് എത്രത്തോളം വർക്കിംഗ് ആണ് എന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ 26 കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കുറെ എക്യുപ്മെന്റ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ, അധികം ഒന്നും എടുത്തു പോണില്ല എങ്കിലും ലാസ്റ്റ് വേണറ്റും കൂടി ഒന്ന് പറയാലോ, പറഞ്ഞോട്ടെ. ഓക്കെ, നോക്കാം. യൂറോഫ്ലോ മീറ്റർ. എന്താ യൂറോഫ്ലോ മീറ്റർ? പിക്ചർ ഒക്കെ കണ്ടപ്പോ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണും അല്ലെ? നോക്കാം. യൂറോഫ്ലോ മീറ്റർ ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അല്ലെ? അപ്പൊ നമുക്ക് പറയുന്ന ഈ ഒരു ടേം പോലെ തന്നെ ഇതൊരു ടെസ്റ്റ് ആണ്. അത് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിന്റെ അളവുകൾ അല്ലെ, യൂറിന്റെ ആ ഒരു ഫ്ലോയുടെ അളവ്, യൂറിൻ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഒരു യൂറിന്റെ ഒഴുക്ക്, ആ ഒരു ഫ്ലോ അളക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മീൻസ് കിടപ്പായ രോഗികൾക്കൊക്കെ ഇതുപോലെ തന്നെ യൂറിൻ പോകാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മീൻസ് അതൊന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഇതാണ് യൂറോഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. The speed of urine flow is calculated electronically and evaluated how well the urinary tract work. അല്ലെ, അതായത് യൂറിനറി ട്രാക്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ കണക്കാക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഫ്ലോ ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഇതിനൊരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ളൊരു ഈ ഒരു ഡിവൈസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ യൂറിന്റെ ഇത് നമ്മൾ ഫ്ലോ വെച്ച് നോക്കുന്നത്. അതാണ് യൂറോഫ്ലോ മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളൂ 26 കേട്ടോ. അപ്പൊ നമുക്ക് 26 എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനിയുണ്ട് കുറച്ചും കൂടി ഉണ്ട് എക്യുപ്മെന്റ്സ്. ഇത് തോന്നുന്നൊരു 40 എക്യുപ്മെന്റ്സ് വരെ ഉണ്ട്. ഇതിൽ അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സും കുറെ ഒട്ടും തന്നെ കേട്ടിട്ടില്ല. ഓക്കെ, 43 എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ 26 വരെ എത്തിയിട്ടുണ്ട്. അധികം ഒത്തിരി എടുത്ത് പോകുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ എക്യുപ്മെന്റ്സുകളെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ എക്സ്ട്രാ പോയിന്റ് ഇല്ല, അതിന്റെ യൂസേജ് ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് മീൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നാം അല്ലെ, തോന്നിയേക്കാം, എനിക്കറിയാം ഇച്ചിരി ബോറിംഗ് ഉണ്ട് ഈ ഒരു ചാപ്റ്റർ. കാരണം വേറെ പോയിന്റ്സ് ഒന്നും പറയുന്നില്ല, പുതിയ പുതിയ എക്യുപ്മെന്റ്സ് മാത്രമാണ് പറഞ്ഞു വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എടുത്ത് പോകാത്തത്. നമുക്ക് അത്രയും കുറച്ച് പോയാൽ മതി, ഈ സ്പീഡിലൊന്നും പോകണ്ടല്ലോ. അപ്പൊ യൂറോഫ്ലോ മീറ്റർ. ഓക്കെ, പിന്നെ അടുത്തത് നോട്ട്സ് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എടുത്ത എത്രയും ഓക്കെയാണോ? എക്യുപ്മെന്റ്സ് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിക്കാണോ അല്ലെ? അത് ആ ഒരു ചാപ്റ്ററിന്റെ ആണ് കേട്ടോ ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. മീൻസ് വേറെ പോയിന്റ്സോ അങ്ങനെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ നമ്മള് ഓരോ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ വായില്, അതായത് ഈ ഭക്ഷണമൊക്കെ തൊണ്ടയിലേക്ക് പോകാൻ അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന മീൻസ് ഒരു ആവരണം പോലെ പൊതിഞ്ഞു നിൽക്കുന്നതാണ് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഭക്ഷണം ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനായിട്ടുള്ള ഒരു ആവരണമാണ്. പക്ഷെ അത് ഒത്തിരി ആവരണം പൊതിഞ്ഞു നിൽക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദെൻ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ഫുൾ ഫോമുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തൊരു സെക്ഷനിൽ തന്നെ ഫുൾ ഫോമുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ഒട്ടും തന്നെ അറിയാത്ത എക്യുപ്മെന്റ് നല്ല രീതിയിൽ നോട്ട് വെച്ച് പഠിക്കാം. ഇപ്പൊ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മീൻസ് പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഞാൻ നോട്ട്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് നോട്ട്സ് എഴുതുന്നുണ്ടോ? കുറച്ചു പേരെങ്കിലും എഴുതാതിരിക്കുന്നുണ്ടാകും, അറിയാം. എങ്കിലും ഞാൻ പറയാണ്, അത്യാവശ്യം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട്സ് തരുന്നത്. ഞാൻ അനാവശ്യമായിട്ട് അങ്ങനെ നോട്ട്സ് തരാറില്ല. അതിന്റെ ആവശ്യമില്ല നമ്മൾക്ക്, കാരണം അത്യാവശ്യം ഷോർട്ടാക്കി തന്നെയാണ് PDF-ലുള്ളത് അല്ലെ. അപ്പോ ഇനി അതിന് പുറമെ വേറെ എക്സ്ട്രാ നോട്ട് തന്ന് പഠിക്കാൻ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോട്ട് കൂടിയേ തീരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നോട്ട്സ് തന്നത്. അപ്പൊ എന്ത് ചെയ്യാ, അതനുസരിച്ചിട്ട് വേണം പഠിക്കാൻ അല്ലെ. നോട്ട്സ് ഇപ്പോ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഇത്രയും എക്യുപ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് നോട്ട് തരുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഓരോന്നും ഇടുക്കണനുസരിച്ചാണ് നോട്ട് തന്നത്. അല്ലെങ്കിൽ അത് ലാസ്റ്റ് പിന്നത്തേക്ക് വെച്ച് ഒരുമിച്ച് എഴുതുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ആണോ? എന്തായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ബുദ്ധിമുട്ടൊന്നും ഇല്ല മാഡം, അങ്ങനെ വേറെ ടീച്ചർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ചാപ്റ്ററിലെ ഫുള്ള് ലാസ്റ്റ് ആയിട്ട് രമ്യ ടീച്ചർ അങ്ങനെയാ ചെയ്യുന്നേ.
ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ എടുത്തു പോയത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും PDF ഇല്ലേ, ഇല്ലാത്തത് എന്താണോ അതാണ് ഞാൻ തരുന്നത്. ഓരോ ടീച്ചേഴ്സിനും കുഴപ്പമില്ല മാഡം, പൊതുവെ നോട്ട്സ് തരവ് കുറവാ, കുഴപ്പമില്ല. ഓരോ ടീച്ചേഴ്സിന് അവരുടെ ഓരോ വേ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് എന്താ നോട്ട്സ് അധികം തന്നാല് നിങ്ങൾക്കപ്പോ PDF പഠിക്കണം, നോട്ട്സും പഠിക്കണം, ആകെ ക്ലാഷ് ആയി പോകരുത്. പിന്നെ അത്യാവശ്യം എനിക്കറിയാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. അതനുസരിച്ചിട്ടാണ് ഞാൻ വേറെ എക്സ്ട്രാ നോട്ട് തരുന്നത്. നമുക്ക് മൊത്തത്തിൽ വേറെ നോട്ട്സ് തരണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ പോരെ, ചെറിയ നോട്ട്സ് പോരെ? മതി മതി മാഡം, ഇന്നത്തെ താമസിച്ച ക്ലാസ്സിൽ കയറി ഇന്നത്തെ എഴുതാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാത്തവർ എന്ത് ചെയ്യാ, നിങ്ങൾ ഒന്ന് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്, അപ്പൊ അതിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആവാത്തവർക്ക് വേണ്ടി ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർ ആരെങ്കിലും നോട്ട് എന്ത് ചെയ്യാ, ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. നിങ്ങൾ പരസ്പരം പറയാറില്ലേ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ, ക്ലാസ്സിനെ കുറിച്ചും അങ്ങനെ ചർച്ചയൊക്കെ ഇല്ലേ നിങ്ങളുടെ ഗ്രൂപ്പുകളില്? ഇല്ലേ? യെസ് മാം. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലേ? അപ്പോ ഉണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആയിട്ട് കോണ്ടാക്ട് ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ കംപ്ലീറ്റ് ആവാത്തവരൊക്കെ ഒന്ന് നോട്ട്സ് എഴുതാം. ദെൻ പിന്നെ നമ്മള് ഫുൾ ഫോമുകളൊക്കെ എഴുതുന്നുണ്ടോ പറഞ്ഞിട്ട്? യെസ് മാം, ഒരു ഡൗട്ട്. എഴുതുന്നുണ്ട്. ACLS ALS അതൊന്ന് ഫുൾ ഫോം വേണോ അതിന്റെ? ഓക്കെ, അതെ, നമ്മളുടെ അത് റിലേറ്റ് ചെയ്ത് വരുന്നതല്ല. അത് ഞാൻ നെക്സ്റ്റ് ഡേ ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം. കാരണം ഇതിനകത്ത് കുറച്ച് പ്രിന്റിംഗിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഞാൻ നാളെ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം അടുത്ത ദിവസം കേട്ടോ. ചില ചില സെന്റൻസ് അല്ല, കുറച്ച് സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് കറക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഫുൾ ഫോം തന്നെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അതാണ് ഞാനത് സ്കിപ്പ് ചെയ്ത് പോയത് പറയാഞ്ഞത് കേട്ടോ. അതൊന്നും കൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, പറയാം കേട്ടോ. അടുത്ത ദിവസം വരുമ്പോ തന്നെ ചോദിച്ചോളൂ, പറയാം. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞൊരു 43 എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. നമ്മൾ അതില് ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി ഒരു ക്ലാസ്സോട് കൂടി തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് തീർക്കാം. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒത്തിരി ഫുൾ ഫോമുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ, ഈ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിന്റെ മാത്രം ഫുൾ ഫോമുകൾ വെച്ചിട്ട് ഒരു എക്സാം ഇടട്ടെ, ഈ ഒരു ചാപ്റ്ററിന്റെ മാത്രം. കാരണം ഈ എക്യുപ്മെന്റ്സിൽ തന്നെ ഒത്തിരി ഫുൾ ഫോം വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പോ 25 എക്യുപ്മെന്റ്സ്, 26 അല്ലെ, 26 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കിയത്. പക്ഷെ 26 ഉള്ളിൽ തന്നെ ഒത്തിരി ഫുൾ ഫോമുകൾ വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു ഫുൾ ഫോമുകളുടെ മാത്രം നോട്ട് എഴുതണം. ഓക്കെ, അപ്പൊ അതൊരു വർക്കാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട് എഴുതിയില്ലേ, അതിന്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് ദിവസം വരുമ്പോ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്താ, ഈ ഒരു ചാപ്റ്ററിന്റെ ഉള്ളിൽ വരുന്ന എക്യുപ്മെന്റ്സിൽ മാത്രം വരുന്ന ഫുൾ ഫോമുകൾ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് എഴുതാം. ഇപ്പൊ നമ്മൾ നോട്ട് എഴുതിയില്ലേ, അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്താ, എക്യുപ്മെന്റ്സിന്റെ ആ ഒരു നോട്ടായിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ചാപ്റ്റർ കഴിയുന്നത് എന്നാണോ പിറ്റേ ദിവസം നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ഇതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫോമിന്റെ മാത്രം ടെസ്റ്റ് പോലെ നടത്താം. ഓക്കെ, പഠിച്ച് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. EMG എന്ന് പറഞ്ഞിട്ടുള്ള അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, എത്രാമത്തെ ആയിരുന്നു എക്യുപ്മെന്റ്? ഞാൻ നമ്പർ എഴുതിയിട്ടില്ല. ഓക്കെ, EMG നോട്ടാണോ ചോദിച്ചത്? നോട്ടല്ല, അത് കേട്ടില്ല, വ്യക്തമായിട്ട് കേട്ടില്ല. മീൻസ് ഇലക്ട്രോമയോഗ്രഫി എന്നാണ് EMGയുടെ ഫുൾ ഫോം അറിയപ്പെടുന്നത്. EMG ഇലക്ട്രോമയോഗ്രഫി. നമ്മൾ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ ഇപ്പോ കൈകളിൽ ആ പേശികളിലാണ് ഈ ഒരു ഇലക്ട്രോഡ് പോലത്തെ ഒരു വയറ് പോലത്തെ സംഭവം ഘടിപ്പിച്ച് വെക്കുകയാണ് അല്ലെ. അപ്പൊ അത് പേശികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നാഡീ പ്രവർത്തനം എന്നൊക്കെ പറയും. അത് നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ടോ എന്നാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നോക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചിലവർക്ക് ഈ അധികം വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും ചിലപ്പോ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റില്ല. കൈ ചിലപ്പോ എന്താ അതിനുള്ള ബലം ഇല്ല എന്ന് പറയും നമ്മ അല്ലെ. ഇപ്പൊ ബലക്കുറവ് എന്നൊക്കെ പറയും. ഇപ്പൊ കുറച്ചും ഏജിലുള്ള ആളുകൾക്കാണ് ഇത് പറയുന്നത്. ഇപ്പൊ ബലമില്ല, പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈക്കൊരു വിറവലി പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ മസിൽസിന്റെ പ്രവർത്തനങ്ങളെ നോക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യില ആ ഒരു പേശികളില
ഇതുപോലെ ചെറിയൊരു ഇലക്ട്രോഡ് അല്ലെങ്കിൽ ചെറിയ ഒരു 1-2 ചെറിയൊരു നീഡിൽസ് പോലത്തെ സംഭവം കണക്ട് ചെയ്തിട്ടാണ് ഈ പേശി പ്രവർത്തനം മോണിറ്ററൈസ് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പൊ പേശികൾക്ക് ബലക്കുറവോ അല്ലെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് തന്നെ നടക്കുന്നുണ്ടോ പേശി പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോ മസ്കുലർ വൈകല്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഈ ഒരു ടെസ്റ്റിലൂടെയാണ് കണ്ടെത്തുന്നത്. ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, പേശി പ്രവർത്തനം നോക്കുന്നത് കേട്ടോ, മസിൽസിന്റെ പ്രവർത്തനങ്ങൾ നോക്കുന്നതാണ് EMG എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് എക്യുപ്മെന്റ്സ്, ചില എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് കുറെ പരിചിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒട്ടും അറിയാത്ത എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഒട്ടും അറിയാത്തത് എന്തൊക്കെയാണോ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, മറ്റേത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയാറുണ്ട് സ്കിപ്പ് ചെയ്ത് വിടരുതും. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഒട്ടും അറിയാത്തത് എന്താണോ അതിന് കുറച്ച് സമയം കൊടുത്ത് ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം കേട്ടോ. Then 25th എന്തായിരുന്നു? PFT, അതായത് എന്താണ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെ. പൾമണറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് പൾമണറി വിഭാഗത്തിൽ വരുന്നത് അല്ലെ. അപ്പൊ PFT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രീത്തിങ് ആൻഡ് ഹൗ ഇഫക്റ്റീവ് യുവർ ലങ്സ്, നമ്മളുടെ ലങ്സ് ശ്വാസകോശം അല്ലെ എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് അളക്കുന്നു. മീൻസ് ശ്വാസകോശത്തിൽ വല്ല അണുബാധ ഉണ്ടോ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ശ്വസിക്കാനൊക്കെ കഴിയുന്നുണ്ട്, ഓക്സിജന്റെ ലെവൽ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഓക്സിജൻ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ഓക്സിജൻ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ അളക്കുന്ന ഒരു മെഷീനാണ്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ആണ് PFT എന്ന് പറയുന്നത്. ശ്വാസകോശം വർക്കിംഗ് ആണോ മീൻസ് കണ്ടെത്തുന്നതാണ് PFT ടെസ്റ്റിലൂടെ ചെയ്തത്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പൾമണറി ഡോക്ടർ ഉണ്ട് അല്ലെ. അതായത് ശ്വാസകോശം, ഇപ്പൊ ശ്വാസം മുട്ട് അങ്ങനെയൊക്കെയുള്ള പൾമണറി വിഭാഗമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ പൾമണറോളജിസ്റ്റിനെയാണ് കാണുന്നത് അല്ലെ. അപ്പോ ഫുൾ ഫോം ഉള്ളതൊക്കെ അതനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാ, പഠിക്കാം കേട്ടോ. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു നിങ്ങക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയില്ലേ ഒരു ചാപ്റ്റർ? ഇച്ചിരി ബോറിംഗ് തോന്നിക്കാണും ഇല്ലേ? ബോറിംഗ് തോന്നിയില്ല? ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ അങ്ങനെ പോയിന്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ, ഈ എക്യുപ്മെന്റ് മാത്രമായിട്ടല്ല ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഒത്തിരി എടുത്ത് പോകാത്തത് അല്ലെ. നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളത് കുഴപ്പമില്ല, കുറച്ച് ചാപ്റ്റർ കൂടി ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സാമിന്റെ ടൈമിന് മുന്നേ എന്തായാലും ചാപ്റ്റർ ഒക്കെ കഴിയും, നമുക്ക് റിവിഷൻ ഒക്കെ നടത്താം കേട്ടോ. ഓക്കെ, അപ്പോ ഇതുവരെ ഉള്ളതൊക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ 2 ദിവസം ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് തുടങ്ങിയെന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി അടുത്ത എക്യുപ്മെന്റ് തുടങ്ങിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇതുവരെ എടുത്തത് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യുന്നില്ലേ, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യുന്നില്ലേ? ഓക്കെ, എയർവേ എന്ന് 24 ചോദിച്ചിട്ടുണ്ട്. എയർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളുടെ എയർവേ മീൻസ് നമ്മളുടെ പേഷ്യന്റിന്റെ എയർവേ, അതായത് നമ്മൾ ശ്വസിക്കുന്ന അതാണ് എയർവേ എന്ന് പറയുന്നത്. നമ്മളുടെ ഭാഗങ്ങൾ, ശ്വസിക്കുന്ന ഭാഗങ്ങളാണ് എയർവേ എന്ന് പറഞ്ഞത്. അത് കൂടുതൽ ഓപ്പൺ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എയർവേ അല്ലെ, അതായത് ശ്വാസം നിലനിർത്തുന്നതിനോ തുറക്കുന്നതിനോ ഇത് ഉപയോഗിക്കുന്നത്. ശ്വാസം നിലനിർത്താൻ ഇപ്പൊ ശ്വാസം കിട്ടാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾക്കറിയാം ഇതുപോലെ തന്നെ തൊണ്ടയിൽ കൂടി ട്യൂബൊക്കെ ഇട്ടിട്ട് ശ്വാസം കൊടുക്കുന്നത്. ട്യൂബിന്റെ ഒക്കെ പിക്ചർ കണ്ടോ? അപ്പൊ മൂക്ക്, അതുപോലെ വായ, ത്രോട്ട്, ഇതൊക്കെയാണ് എയർവേ എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസം കിട്ടാതെ വരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ട്യൂബുകളൊക്കെ ഈ ഒരു തൊണ്ടയിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ശ്വാസം കൊടുക്കുന്നത്. വെന്റിലേറ്ററിലും മറ്റുമൊക്കെയാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൂടുതലും എയർവേ യൂസ്ഫുൾ ആയിട്ടുള്ളത്. വെന്റിലേറ്റർ നിങ്ങൾക്ക് ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ, എടുത്തായിരുന്നോ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തായിരുന്നോ? ഇല്ല മാം, എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട് കേട്ടോ. അതായത് കൂടുതലും അങ്ങനെ വെന്റിലേറ്ററിലായ പേഷ്യൻസിനൊക്കെയാണല്ലോ ഈ മീൻസ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടാണ് എയർവേയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഓരോ എക്യുപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.